കേരള പോലീസിൽ വീണ്ടും വലിയ ഘടനാപരമായ മാറ്റങ്ങൾക്ക് സാധ്യത. ഇൻസ്പെക്ടർമാരെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി നിയമിച്ച നിലവിലെ സംവിധാനത്തിൽ മാറ്റം വേണമെന്ന ശുപാർശയുമായി വിദഗ്ധ സമിതി. എറണാകുളം ജില്ലയിൽ മഴ ശക്തമായതോടെ പകർച്ചവ്യാധികളും വ്യാപകം. കഴിഞ്ഞ 5 ദിവസത്തിനിടെ മാത്രം ഏതാണ്ട് 3000-ഓളം പേർ വിവിധ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടി. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരള പോലീസിൽ വീണ്ടും വലിയ ഘടനാപരമായ മാറ്റങ്ങൾക്ക് സാധ്യത. ഇൻസ്പെക്ടർമാരെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി നിയമിച്ച നിലവിലെ സംവിധാനത്തിൽ മാറ്റം വേണമെന്ന ശുപാർശയുമായി വിദഗ്ധ സമിതി രംഗത്തെത്തി. സംസ്ഥാനത്തെ 64 പ്രധാന പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം ഇൻസ്പെക്ടർമാർ സ്റ്റേഷൻ മേധാവികളായാൽ മതിയെന്നും ബാക്കിയുള്ള സ്റ്റേഷനുകളെ സർക്കിൾ സംവിധാനത്തിന് കീഴിലാക്കണമെന്നുമാണ് റിപ്പോർട്ട്. കേരള പോലീസിലെ സ്റ്റേഷൻ ഭരണ സംവിധാനത്തിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നു. ഇൻസ്പെക്ടർമാർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി പ്രവർത്തിക്കുന്ന രീതി 64 പ്രധാന പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം നിലനിർത്തണമെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. നിലവിലെ 484 പോലീസ് സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർമാരെ SHOമാരാക്കി നിയമിച്ച പരിഷ്കാരം പുനഃപരിശോധിക്കണമെന്നാണ് റിപ്പോർട്ടിന്റെ പ്രധാന നിർദ്ദേശം. ഇതിനൊപ്പം സംസ്ഥാനത്ത് 212 പോലീസ് സർക്കിളുകൾ രൂപീകരിക്കണമെന്നും സമിതി DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. കേസുകളുടെ എണ്ണം, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഓരോ സർക്കിളിനും കീഴിൽ 2-3 പോലീസ് സ്റ്റേഷനുകൾ വരും. ഭൂരിഭാഗം സർക്കിളുകൾക്ക് കീഴിൽ 2 സ്റ്റേഷനുകളും ആയിരിക്കും. കൊലപാതകം, സ്ത്രീകൾക്കും കുട്ടികൾക്കും ദളിതർക്കുമെതിരായ അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ സർക്കിൾ ഇൻസ്പെക്ടർമാർ നേരിട്ട് അന്വേഷിക്കുന്ന രീതിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാകുന്ന 208ഓളം ഉദ്യോഗസ്ഥരെ ക്രൈംബ്രാഞ്ച്, നാർക്കോട്ടിക്, പോക്സോ, സൈബർ കുറ്റാന്വേഷണ വിഭാഗങ്ങളിലേക്ക് വിന്യസിക്കാനും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. പിണറായി സർക്കാർ കൊണ്ടുവന്ന പോലീസ് സ്റ്റേഷൻ ഭരണ പരിഷ്കാരത്തെക്കുറിച്ച് 2 വർഷം മുൻപ് തന്നെ DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രധാന സ്റ്റേഷനുകൾ ഒഴികെ SHO സംവിധാനം ഒഴിവാക്കണമെന്ന ശുപാർശയും അന്ന് മുന്നോട്ട് വച്ചിരുന്നു. പുതിയ റിപ്പോർട്ട് നടപ്പാക്കിയാൽ പോലീസ് സ്റ്റേഷനുകളുടെ ഭരണഘടനയിലും ഉദ്യോഗസ്ഥരുടെ ചുമതല വിഭജനത്തിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. മീഡിയ ടൈം, കൊച്ചി. മാള പോലീസ് സ്റ്റേഷനിലെ SHO R രാജേഷിനെതിരെ മാനസിക പീഡന ആരോപണവുമായി ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥ രംഗത്ത്. അമിത ജോലിഭാരവും അവധി നിഷേധിക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ ഉദ്യോഗസ്ഥരിൽ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്നാണ് പരാതി. അതേസമയം ആരോപണങ്ങളിൽ ഔദ്യോഗിക പ്രതികരണം ലഭ്യമായിട്ടില്ല. മാള പോലീസ് സ്റ്റേഷനിൽ SHO ആയി ചുമതലയേറ്റ R രാജേഷിനെതിരെ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആവശ്യമായ സാഹചര്യങ്ങളിൽ പോലും അവധി അനുവദിക്കുന്നില്ലെന്നും ഒരു ഉദ്യോഗസ്ഥന് നിർവഹിക്കാനാവുന്നതിലും അധികം ഡ്യൂട്ടികൾ നൽകുന്നുവെന്നാണ് പ്രധാന പരാതി. നിരന്തരമായ സമ്മർദ്ദത്തിലൂടെ ഉദ്യോഗസ്ഥർ മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നുവെന്നും ചിലർ ആരോപിക്കുന്നു. മെഡിക്കൽ അവധിക്ക് ശേഷം ജോലിയിൽ മടങ്ങിയെത്തുന്നവരെ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിൽ കാലതാമസം വരുത്തുകയും പിന്നീട് വൈകിട്ട് വരെ ട്രാഫിക് ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും ചെയ്യുന്നുവെന്നാണ് മറ്റൊരു പരാതി. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിരന്തരം മെമ്മോകൾ നൽകുന്ന രീതിയാണ് പിന്തുടരുന്നതെന്നും ചില ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കിടെ നിരവധി മെമ്മോകൾ ലഭിച്ച ഉദ്യോഗസ്ഥരുണ്ടെന്നും പറയപ്പെടുന്നു. ഇതിനിടെ മെഡിക്കൽ അവധിയിലായിരുന്ന 8 ഉദ്യോഗസ്ഥരിൽ 4 പേർ ഇപ്പോഴും അവധിയിൽ തുടരുന്നതായാണ് ലഭിക്കുന്ന വിവരം. അതേസമയം നിലവിലെ SHOക്കെതിരായ ആരോപണങ്ങളിൽ ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ആരോപണങ്ങളെക്കുറിച്ച് മേലുദ്യോഗസ്ഥർ പരിശോധിക്കണമെന്നാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ആവശ്യം. മാള പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും മുൻപുണ്ടായിരുന്ന SHOക്കുമെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക പ്രതികരണം ലഭിച്ചിട്ടില്ല. മീഡിയ ടൈം, മാള. എറണാകുളം ജില്ലയിൽ മഴ ശക്തമായതോടെ പകർച്ചവ്യാധികളും വ്യാപകമാവുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ മാത്രം ഏതാണ്ട് 3000-ഓളം പേരാണ് വിവിധ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടിയത്. ഡെങ്കിപ്പനി, H1N1, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് A തുടങ്ങിയ രോഗങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഴ ആരംഭിച്ചതോടെ എറണാകുളത്ത് പനിബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി 2980 പേരാണ് പനിക്ക് ചികിത്സ തേടിയത്. ഇതിൽ 29 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 84 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലുമാണ്.
സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലകളിലൊന്നായി എറണാകുളം മാറിക്കഴിഞ്ഞു. അതിനിടെ H1N1 ബാധിച്ച് ജില്ലയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. എലിപ്പനി, ഇൻഫ്ലുവൻസ, ഹെപ്പറ്റൈറ്റിസ് എ തുടങ്ങിയ രോഗങ്ങളും വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം മാത്രം 12,776 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. 278 പേർക്ക് ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചപ്പോൾ 137 പേർ മഞ്ഞപ്പിത്തത്തിനും ചികിത്സ തേടി. മലേറിയ, വെസ്റ്റ് നൈൽ പനി തുടങ്ങിയ രോഗങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം, ടൈഫോയിഡ്, ചിക്കൻ പോക്സ് എന്നിവ ബാധിച്ചുള്ള മരണങ്ങളും ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. മൺസൂൺ മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയും ശുചീകരണ പ്രവർത്തനങ്ങളിലെ പോരായ്മകളുമാണ് രോഗവ്യാപനത്തിന് കാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മഴക്കാല പൂർവ്വ ശുചീകരണം, മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് വിമർശനം. രോഗവ്യാപനം തടയാൻ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റന്നാൾ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും റെഡ് അലർട്ട് തുടരും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാർ വകുപ്പുകൾക്കും പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കടൽക്ഷോഭവും ശക്തമായ കാറ്റും പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ 8 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിനിടെ മഴക്കെടുതിയിൽ 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ മരം വീണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കോഴിക്കോട് ആംബുലൻസ് തെന്നിമറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു വയോധികയും മരണപ്പെട്ടു. എറണാകുളം തൃപ്പൂണിത്തുറയിലെ ഇടമ്പാടം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കൊച്ചി നഗരത്തിലെ വ്യാപക വെള്ളക്കെട്ടിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അടുത്ത ദിവസങ്ങളിലും മഴ ശക്തമായി തുടരാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി. പുത്തൻചിറയിൽ ആളൊഴിഞ്ഞു കിടക്കുന്ന വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വാർഡ് 9-ലെ പിണ്ടാണിക്കടവിന് സമീപമുള്ള വീടാണ് ഇന്ന് പുലർച്ചെ ഭാഗികമായി തകർന്നത്. അപകട സമയത്ത് കുടുംബം വാടക വീട്ടിൽ താമസിച്ചിരുന്നതിനാൽ വലിയ ദുരന്തമൊഴിവായി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ പിണ്ടാണിക്കടവിന് സമീപമുള്ള പരേതയായ പോക്കാക്കിലത്ത് ബീവാത്തുവിന്റെ വീടിന്റെ മേൽക്കൂരയാണ് ഇന്ന് രാവിലെ 6 മണിയോടെ തകർന്നു വീണത്. വീടിന്റെ ബലക്ഷയം മൂലം കുടുംബം കുറച്ചുകാലമായി സമീപത്തെ വാടക വീട്ടിലാണ് താമസിച്ചു വരുന്നത്. ബീവാത്തുവിന്റെ മരണശേഷം മകൾ ഹസീനയും ഭർത്താവ് മുദ്രപ്പറമ്പിൽ ഷക്കീറും +1 9-ാം ക്ലാസ് വിദ്യാർത്ഥികളായ 2 മക്കളുമാണ് വാടക വീട്ടിൽ കഴിയുന്നത്. മേൽക്കൂര തകർന്നു വീഴുന്ന വലിയ ശബ്ദം കേട്ട സമീപവാസികളാണ് കുടുംബത്തെ ഫോൺ മുഖേന വിവരമറിയിച്ചത്. സംഭവ സമയത്ത് ആരും വീട്ടിലില്ലാതിരുന്നതിനാൽ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തെ തുടർന്ന് പുത്തഞ്ചിറ വില്ലേജ് ഓഫീസിലും ഗ്രാമപഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. വാർഡ് മെമ്പർ PC ബാബുവിന്റെ നേതൃത്വത്തിലാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി സമർപ്പിച്ചത്. വീടിന്റെ നിലവിലെ അവസ്ഥ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മീഡിയ ടൈം, മാള. മഴ ശക്തമായതോടെ കയ്പമംഗലം മേഖലയിലെ ദേശീയപാത സർവീസ് റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതമാകുന്നു. വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട കുഴികളും വെള്ളക്കെട്ടുകളും അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ കടുത്ത ആശങ്കയിലാണ്. കനത്ത മഴയെ തുടർന്ന് കയ്പമംഗലത്തെ ദേശീയപാത സർവീസ് റോഡുകൾ അപകടക്കെണികളായി മാറുകയാണ്. ചന്ദ്രാപിന്നി, കാളമുറി, വഴിയമ്പലം തുടങ്ങിയ മേഖലകളിലെ സർവീസ് റോഡുകളിൽ നിരവധി കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴികളുടെ ആഴവും വ്യാപ്തിയും യാത്രക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഉൾപ്പെടെ വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കുഴികളിൽ വീണ് ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാളമുറി പടിഞ്ഞാറെ സർവീസ് റോഡിൽ അപകടം ഒഴിവാക്കുന്നതിനായി നാട്ടുകാർ തന്നെ കുഴികൾക്ക് സമീപം വലിയ ഡ്രമ്മുകൾ സ്ഥാപിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്.
അതേസമയം ചന്ദ്രാപ്പിന്നി കിഴക്കേ സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇവിടെ രൂപപ്പെട്ട കുഴികളും യാത്രക്കാരെ വലയ്ക്കുകയാണ്. മഴക്കാലത്ത് ദേശീയപാതയുടെ സർവീസ് റോഡുകൾ സുരക്ഷിതമാക്കാൻ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. മീഡിയ ടൈം, കയ്പമംഗലം. സംസ്ഥാനത്ത് 2026 മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും മത്സ്യങ്ങളുടെ പ്രജനനം ഉറപ്പാക്കുന്നതിനുമായി 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. നിരോധനം കർശനമായി നടപ്പാക്കാൻ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന 2026 മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ തുടരും. 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനുമാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലമായ മൺസൂൺ സീസണിൽ ട്രോളിംഗ് നടത്തുന്നത് മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കാൻ ഇടയാക്കുമെന്നതിനാലാണ് നിയന്ത്രണം. അതേസമയം സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാതല യോഗം ചേർന്നിട്ടുണ്ട്. അന്യസംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾ കേരള തീരം വിടുന്നുവെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ സ്വകാര്യ ഡീസൽ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂൺ 9 വൈകുന്നേരത്തോടെ ട്രോളിംഗ് ബോട്ടുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം, കോസ്റ്റൽ പോലീസ് എന്നിവർ ഉറപ്പാക്കും. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ട്രോളിംഗ് നിരോധന കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അഴീക്കോട്, ചേറ്റുവ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച ബോട്ടുകളും റെസ്ക്യൂ സംഘങ്ങളും പ്രവർത്തിക്കും. ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം നേടിയ മത്സ്യത്തൊഴിലാളി യുവാക്കളെയും കടൽ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ട്രോളിംഗ് നിരോധന കാലത്ത് പഴകിയ മത്സ്യവും രാസവസ്തുക്കൾ കലർന്ന മത്സ്യവും വിപണിയിലെത്തുന്നത് തടയാൻ ഫിഷറീസ് വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്ത പരിശോധന ശക്തമാക്കും. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ഫിഷറീസ് വകുപ്പ് സൗജന്യമായി നൽകുന്ന ട്രാൻസ്പോണ്ടറുകൾ നിർബന്ധമായും ഘടിപ്പിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾക്കിടെ യാത്രാ സൗകര്യം നഷ്ടപ്പെട്ടുവെന്ന പരാതിയുമായ പ്രദേശവാസികൾ രംഗത്ത്. പടിഞ്ഞാറെ ചാലക്കുടിയിലെ മലയാമ്പറമ്പ്, തോട്ടവീതി, മനപ്പടി മേഖലകളിലെ ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സംഗമം സംഘടിപ്പിക്കുന്നു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ സമീപകാല വികസന പ്രവർത്തനങ്ങൾ പ്രദേശവാസികളുടെ യാത്രാ സൗകര്യത്തെ ബാധിച്ചതായാണ് പരാതി. പടിഞ്ഞാറെ ചാലക്കുടിയിലെ മലയാമ്പറമ്പ്, തോട്ടവീതി, മനപ്പടി മേഖലകളിൽ നിന്നുള്ളവർ വർഷങ്ങളായി FCA ഗോഡൌൺ വഴിയും DRL റോഡ് വഴിയും റെയിൽപാതയ്ക്ക് അപ്പുറമുള്ള മാള റോഡിലേക്ക് സഞ്ചരിച്ചു വരികയായിരുന്നു. എന്നാൽ 2ാം നമ്പർ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും പ്ലാറ്റ്ഫോം ദീർഘിപ്പിക്കുകയും ചെയ്തതോടെ പഴയ യാത്രാമാർഗങ്ങൾ തടസ്സപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നു. മുൻപ് നഗരസഭയുടെ ഇടപെടലിനെ തുടർന്ന് മാള റോഡിലേക്ക് പ്രവേശിക്കാൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചിരുന്നുവെങ്കിലും റെയിൽവേയുടെ പുതിയ വികസന പദ്ധതിയുടെ ഭാഗമായി DRL ഭാഗത്ത് മണ്ണിട്ടുയർത്തിയതോടെ ആ പാലത്തിലേക്കുള്ള പ്രവേശനം തന്നെ പ്രയാസകരമായി മാറിയെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം. റെയിൽവേ വികസനത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിലവിലുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് DRL റോഡിലേക്ക് നീട്ടി യാത്രാ സൗകര്യം ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് നഗരസഭയും പ്രദേശവാസികളും റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഈ ആവശ്യത്തിന് പിന്തുണ തേടി ജൂൺ 8 രാവിലെ 11 മണിക്ക് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ കവാടത്തിൽ ജനകീയ ഒത്തുചേരൽ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ബെന്നി ബെഹനാൻ MP പരിപാടിയിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ KV പോൾ, ലിൻഡ ജോയ്, രാമൻ തട്ടായത്ത്, ML മാത്യു, ബിജു ആങ്കാരത്ത്, ഭാസ്കരൻ മമ്പ്രക്കാട്ടിൽ എന്നിവർ വിവരങ്ങൾ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ലോക പരിസ്ഥിതി ദിനമായി ഇന്ന് മരം നട്ടും പ്രകൃതി സംരക്ഷണം ഓർമ്മിപ്പിച്ചും ദിനാഘോഷങ്ങൾ നടന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷങ്ങൾ. വിവിധ പരിപാടികളുടെ റിപ്പോർട്ട് കാണാം. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പൊതുസ്ഥലത്ത് ഫലവൃക്ഷ തൈ നട്ട് പരിസ്ഥിതി ദിനം ആചരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോയ് മണ്ഡകത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് S. സോമസുന്ദരം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോൺസൺ കണ്ണമ്പുഴ, KO ഡേവിസ്, AS പുരുഷോത്തമൻ, NL ജേക്കബ്, PP രമേശൻ, NK പ്രേമവാസൻ, KC സുകുമാരൻ, PM സന്തോഷ്, A. ശാർങ്ങധരൻ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. ചട്ടികുളം സെൻട്രൽ നഴ്സറി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ ദേവിക സംഘമിത്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി KP ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഡോക്ടർ ദേവിക സംഘമിത്ര ദിനാചരണത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ നട്ടു. സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, സ്കൂൾ മാനേജർ U പ്രഭാകരൻ, നിരഞ്ജന മധു എന്നിവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വിപുലമായി സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകൻ K പ്രസാദ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി, കൊടകര ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജസ്റ്റിൻ പൊന്മിനിശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗം CM ബബീഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ കുമാർ MA തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണം കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിൽ സംഘടിപ്പിച്ചു. മണ്ണുത്തി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ബിനു ബോണി ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതിയെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും അതോടൊപ്പം പ്രകൃതി വിഭവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഉദ്ഘാടക ഉദ്ബോധിപ്പിച്ചു. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായ കൊടുങ്ങല്ലൂർ DYSP P പ്രമോദ് പരിസ്ഥിതി സംരക്ഷണത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ വാർഡ് കൗൺസിലർ ഷൈബി ജോസഫ്, കിഡ്സ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ വിനു പീറ്റർ പടമാട്ടുമൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ നിഖിൽ മുട്ടിക്കൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 5000 വൃക്ഷത്തൈകൾ ഇടവകകളിലും സ്കൂളുകളിലും റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പുകൾ, യുവജന സംഘടനകൾ, സ്വാശ്രയ സംഘങ്ങൾ എന്നിവർക്ക് വിതരണം ചെയ്തു. ആളൂർ വൃക്ഷ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ പ്രൊഫസർ കുസുമൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോൺ കവലക്കാട്ട് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ആളൂരിലെ മുത്തശ്ശി മാവുകൾ സംരക്ഷിക്കുമെന്ന യോഗം പ്രതിജ്ഞയെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ സന്തോഷ്, ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, അരവിന്ദൻ പീണിക്കൽ, സമിതി പ്രസിഡന്റ് M മോഹൻദാസ്, KS റാഫി എന്നിവർ സംസാരിച്ചു. കല്ലേറ്റുങ്കര ഗവൺമെന്റ് മോഡൽ പോളിടെക്നിക്കിലെ NSS യൂണിറ്റിന്റെയും ആളൂർ RMHSലെ NSS സ്കൗട്ട്സ് യൂണിറ്റുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാള മെഡ്സ് കോളേജിൽ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മെഡ്സ് ഗ്രൂപ്പ് CEO അഡ്വക്കേറ്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പോൾ മുണ്ടാടൻ, അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ആറ്റൂർ സുരേന്ദ്രൻ, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബികാദേവി അമ്മ, NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ രമേശ് KN തുടങ്ങിയവർ വൃക്ഷത്തൈകൾ നട്ടു. NSS വാളണ്ടിയർമാർ ക്യാമ്പസിലും പരിസര പ്രദേശങ്ങളിലും ശുചീകരണം നടത്തി. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിച്ച ശേഷം പുനരുപയോഗിക്കാവുന്നവ വിൽപ്പന നടത്തി. അതിൽ നിന്ന് ലഭിച്ച തുകയും വിദ്യാർത്ഥികളുടെ സംഭാവനയും ചേർത്ത് ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കാനുള്ള ധനസഹായമായി വിതരണം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK സക്രിയ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസാമോൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ, പഞ്ചായത്ത് അംഗങ്ങളായ PC മനോജ്, KK പവിത്രൻ, ജിഷ ഉണ്ണികൃഷ്ണൻ, CDS ചെയർപേഴ്സൺ CB ആര്യ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും പരിസ്ഥിതി ദിനാചരണവും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ VB സജിത്ത് അധ്യക്ഷനായി. മ്യൂസിക് റിയാലിറ്റി ഷോ താരം ഗോവിന്ദ് വേലായുധ് മുഖ്യാതിഥിയായി. ഹയർ സെക്കൻഡറി എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, ഇംഗ്ലീഷ് മീഡിയം NP വിഭാഗം പ്രധാന അധ്യാപിക VV അമ്പിളി, PTA പ്രസിഡന്റ് MD സുരേഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, LP വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ PK മജീദ്, അധ്യാപകരായ സീമ, ജീന, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. KPCC വിചാർ വിഭാഗ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനമനുസരിച്ച് വൃക്ഷത്തൈ നടലിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആശുപത്രി കോമ്പൗണ്ടിൽ നടന്നു. ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംസു വെളുത്തേരി, മെഡിക്കൽ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ആൻ മരിയ, വിചാർ വിഭാഗ് വൈസ് ചെയർമാൻ പ്രൊഫസർ ആൻഡോ കുണ്ടുകുളം, സുരേഷ് അന്നമനട, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി നാസർ അലിയാർ, കോൺഗ്രസ് നേതാക്കളായ ജോർജ് തൊമ്മാന, നിസാർ മുറിപ്പറമ്പിൽ, രഘു, നാസർ, കൊച്ചിബ്രാഹിം, കബീർ കാരുമാത്ര, ചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജെബി അലിയാർ, നാസർ കൊടുങ്ങല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, MDMA എന്നിവ സഹിതം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം വഴിയമ്പലം സ്വദേശി പുത്തൂർ വീട്ടിൽ സൂരജ്, പുല്ലൂറ്റ് നാരായണമംഗലം സ്വദേശി മുണ്ടോളി വീട്ടിൽ അമ്പാടി എന്നറിയപ്പെടുന്ന അക്ഷയ് എന്നിവരാണ് കാളമുറിയിലുള്ള വാടക വീട്ടിൽ നിന്നും പോലീസിന്റെ പിടിയിലായത്.
നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ട മഹേഷിനെ 6 മാസത്തേക്ക് ജയിലിലടച്ചു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും കൊടകര പോലീസ് സ്റ്റേഷൻ റൌഡിയുമായ നെല്ലായി ആലത്തൂർ ദേശത്ത് കോശ്ശേരി വീട്ടിൽ മഹേഷിനെയാണ് തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ ജയിലിലെത്തിച്ച് ഉത്തരവ് നടപ്പിലാക്കി. തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS ആണ് കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചാലക്കുടി SH+2 വിദ്യാലയം മെറിറ്റ് ഡേ ആഘോഷിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ വിനയ ബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലിസ് ഷിബു മുഖ്യാതിഥിയായിരുന്നു. 100% വിജയവും 38 കുട്ടികൾക്ക് ഫുൾ A+ഉം 22 കുട്ടികൾക്ക് 5A+ഉം 79 കുട്ടികൾക്ക് 90% മുകളിൽ മാർക്ക് ലഭിച്ച 221 വിദ്യാർത്ഥിനികളെ മെറിറ്റ് ഡേയിൽ അനുമോദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫിയ ജോസഫ്, വാർഡ് കൗൺസിലർ അൽഫോൺസ ചാക്കോ, PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ, സ്റ്റാഫ് പ്രതിനിധി ജിനി ജോസ്, വിദ്യാർത്ഥി പ്രതിനിധികളായ മരിയ സെലിൻ, ആഷ്ലിയ റാഫി എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. സംസ്ഥാന യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷിന് ചക്കാമ്പറമ്പ് വിജ്ഞാനദായിനി സഭയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജൂൺ 7 ഞായറാഴ്ച വൈകിട്ട് 5-ന് ചക്കാമ്പറമ്പ് വിജ്ഞാനദായിനി സഭാ ഹാളിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മാള SNDP യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിജ്ഞാനദായിനി സഭാ പ്രസിഡന്റ് ഡോക്ടർ CG പ്രകാശ് ചേറ്റിപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രി OJ ജനീഷ് മുഖ്യാതിഥിയാകും. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിക്കും. പത്രസമ്മേളനത്തിൽ CG പ്രകാശ് ചേറ്റിപ്പറമ്പിൽ, CP ഉദയൻ ചേറ്റിപ്പറമ്പിൽ, KS ജയൻ എന്നിവർ പങ്കെടുത്തു. നാളെ കഴിഞ്ഞ മറ്റന്നാൾ വൈകിട്ട് 7 മണിക്ക് വൈകിട്ട് 5 മണിക്കാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ടുള്ളത് മാള SNDP യൂണിയൻ്റെ സെക്രട്ടറി CD ശ്രീലാലാണ്. പിന്നെ ഈ വേദിയിൽ വെച്ച് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായ പഞ്ചായത്തിൻ്റെ ഭരണസാന്നിധ്യം വഹിക്കുന്ന ആളുകൾക്ക് ആദരവ് കൊടുക്കുന്ന കാര്യം കൂടിയുണ്ട്. ശ്രീമതി സുനിത സജീവൻ, ബഹുമാനപ്പെട്ട അന്നമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, PK രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ മനോജ് KC, ബഹുമാനപ്പെട്ട കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ ഔസേപ്പച്ചൻ ജോസ്, ബഹുമാനപ്പെട്ട പൊയ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇവർക്ക് കൂടാതെ ഷാജക്കൊടിയൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, TK ജനീഷ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇവരെയും കൂടി ആദരിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള പോലീസിൽ വീണ്ടും വലിയ ഘടനാപരമായ മാറ്റങ്ങൾക്ക് സാധ്യത. ഇൻസ്പെക്ടർമാരെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി നിയമിച്ച നിലവിലെ സംവിധാനത്തിൽ മാറ്റം വേണമെന്ന ശുപാർശയുമായി വിദഗ്ധ സമിതി. എറണാകുളം ജില്ലയിൽ മഴ ശക്തമായതോടെ പകർച്ചവ്യാധികളും വ്യാപകം. കഴിഞ്ഞ 5 ദിവസത്തിനിടെ മാത്രം ഏതാണ്ട് 3000-ഓളം പേർ വിവിധ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടി. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.